പ്രിയമുള്ളവരെ, വചനജ്വാല 1809 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിനോടനുബന്ധിച്ച 15 നോമ്പ് 14-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ ഹോശയ്യായുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. അവിശ്വസ്തയായ ഭാര്യ. നിങ്ങളുടെ സഹോദരന്മാരെ എന്റെ ജനം എന്നും സഹോദരിമാരെ അവർക്ക് കരുണ ലഭിച്ചു എന്നും വിളിക്കുക. നിങ്ങളുടെ അമ്മയോട് വാദിക്കുക. വേശ്യാവൃത്തി വലിച്ചെറിയാനും മാറിൽ നിന്ന് പരസംഗം തുടച്ചു മാറ്റാനും അവളോട് വാദിക്കുക. അവൾ എന്റെ ഭാര്യയല്ല, ഞാൻ അവളുടെ ഭർത്താവുമല്ല. അല്ലെങ്കിൽ ഞാൻ അവളെ വസ്ത്രാക്ഷേപം ചെയ്യും. പിറന്ന നാളിൽ എന്ന പോലെ അവളെ ഞാൻ നഗ്നയാക്കും. ഞാൻ അവളെ വിജനപ്രദേശം പോലെയും വരണ്ട നിലം പോലെയും ആക്കും. ദാഹിച്ചു മരിക്കാൻ ഞാൻ അവൾക്ക് ഇടവരുത്തും. അവരുടെ മക്കളോടും എനിക്ക് ദയയുണ്ടാവുകയില്ല. അവർ ജാരസന്തതികളാണ്. അവരുടെ അമ്മ പരസംഗം ചെയ്തു. അവരെ ഗർഭം ധരിച്ചവൾ ലജ്ജാകരമായി പ്രവർത്തിച്ചു. എനിക്ക് ഭക്ഷണവും വെള്ളവും കമ്പിളിയും ചണവസ്ത്രങ്ങളും എണ്ണയും സുഗന്ധദ്രവ്യങ്ങളും തരുന്ന കാമുകന്മാരുടെ പിന്നാലെ ഞാൻ പോകും എന്ന് അവൾ പറഞ്ഞു. അതിനാൽ ഞാൻ അവളുടെ പാത മുള്ളുവേലി കൊണ്ട് കെട്ടി അടയ്ക്കും. അവൾക്ക് വഴി കണ്ടെത്താവാനാവാത്ത വിധം അവൾക്കെതിരെ മതിൽ കെട്ടി ഉയർത്തും. അവൾ കാമുകന്മാരെ പിന്തുടരും, എന്നാൽ ഒപ്പം എത്തുകയില്ല. അവരെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. അപ്പോൾ അവൾ പറയും, ഞാൻ എൻ്റെ ആദ്യ ഭർത്താവിന്റെ അടുത്തേക്ക് മടങ്ങും. ഇന്നത്തെക്കാൾ ഭേദമായിരുന്നു അന്ന്. അവൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും കൊടുത്തതും അവർ ബാലിനർപ്പിച്ചിരുന്ന പൊന്നും വെള്ളിയും കൊണ്ട് അവളെ സമ്പന്നയാക്കിയതും ഞാനാണെന്ന് അവൾ മനസ്സിലാക്കിയില്ല. അതിനാൽ കൊയ്ത്തുകാലമാകുമ്പോൾ എൻ്റെ ധാന്യവും വിളവെടുപ്പ് വരുമ്പോൾ എൻ്റെ വീഞ്ഞും ഞാൻ തിരിച്ചെടുക്കും. നഗ്നത മറയ്ക്കാൻ അവൾക്ക് കൊടുത്തിരുന്ന കമ്പിളിയും ചണവസ്ത്രങ്ങളും ഞാൻ തിരിച്ചു വാങ്ങും. അവളുടെ കാമുകന്മാരുടെ കൺമുൻപിൽ വെച്ച് ഞാൻ അവളുടെ നഗ്നത അനാവൃതമാക്കും. എന്റെ പിടിയിൽ നിന്ന് ആരും അവളെ രക്ഷിക്കുകയില്ല. അവരുടെ ഹർഷാരവങ്ങൾ, ഉത്സവങ്ങൾ, അമാവാസികൾ, സാബത്തുകൾ, നിർദ്ദിഷ്ടോത്സവങ്ങൾ എന്നിവയ്ക്ക് ഞാൻ അറുതി വരുത്തും. കാമുകൻ തന്ന പ്രതിഫലമെന്ന് അവൾ പറഞ്ഞിരുന്ന മുന്തിരിച്ചെടികളും മത്യവൃക്ഷങ്ങളും ഞാൻ നശിപ്പിക്കും. അവയെ ഞാൻ വനമാക്കി മാറ്റും. വന്യമൃഗങ്ങൾ അവ തിന്നൊടുക്കും. സുഗന്ധ ദ്രവ്യങ്ങൾ അർപ്പിച്ച് ബാൽദേവന്മാരുടെ ഉത്സവങ്ങൾ ആഘോഷിച്ചതിനും എന്നെ മറന്ന് കർണാഭരണങ്ങളും കണ്ഠാഭരണങ്ങളും അണിഞ്ഞ് കാമുകന്മാരുടെ പുറകെ പോയതിനും ഞാൻ അവളെ ശിക്ഷിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും. അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. അവിടെ വെച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും. ആഗോർ താഴ്വര ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും. അവളുടെ യുവത്വത്തിൽ എന്ന പോലെ ഈജിപ്തിൽ നിന്ന് അവൾ പുറത്തു വന്നപ്പോഴെന്ന പോലെ അവിടെ വെച്ച് അവൾ എൻ്റെ വിളി കേൾക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. അന്ന് നീ എന്നെ പ്രിയതമൻ എന്ന് വിളിക്കും. എൻ്റെ ബാൽ എന്ന് നീ മേലിൽ വിളിക്കുകയില്ല. ബാൽദേവന്മാരുടെ പേരുകൾ അവരുടെ അധരങ്ങളിൽ നിന്ന് ഞാൻ അകറ്റും. മേലിൽ അവരുടെ പേരുകൾ അവൾ ഉച്ചരിക്കുകയില്ല. ആ നാളുകളിൽ നിനക്ക് വേണ്ടി വന്യമൃഗങ്ങളോടും ആകാശപ്പറവകളോടും ഇഴജന്തുക്കളോടും ഞാൻ ഒരു ഉടമ്പടി ചെയ്യും. വില്ലും വാളും യുദ്ധവും ദേശത്തു നിന്ന് ഞാൻ തുടച്ചു മാറ്റും. സുരക്ഷിതമായി ശയിക്കാൻ ഞാൻ
നിനക്കിടവരുത്തും. എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും. നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും. വിശ്വസ്തതയിൽ നിന്ന് നിന്നെ ഞാൻ സ്വന്തമാക്കും. കർത്താവിനെ നീ അറിയും. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ആകാശത്തുനിന്ന് ഉത്തമരുളും, ആകാശം ഭൂമിക്കും. ഭൂമി ധാന്യവും വീഞ്ഞും എണ്ണയും കൊണ്ട് ഉത്തരം നൽകും. അവ ജസ്രലിനെ ഉത്തരം നൽകും. അവനെ ഞാൻ ദേശത്ത് എനിക്ക് വേണ്ടി വിതയ്ക്കും. കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും. എന്റെ ജനമല്ലാത്തവനോട് നീ എന്റെ ജനമാണ് എന്ന് ഞാൻ പറയും. അവിടുന്ന് എന്റെ ദൈവമാണെന്ന് അവർ പറയും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമുക്കേറെ സുപരിചിതനായ വിശുദ്ധ മാക്സിമില്യൻ കോൾബയെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. പോളണ്ടിൽ ജനനം, 24-ാം വയസ്സിൽ റോമിൽ വെച്ച് വൈദിക പട്ടം സ്വീകരിച്ചു. അമലോത്ഭവ മാതാവിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി മരിയൻ സേന എന്ന ഒരു സംഘടന സ്ഥാപിച്ച് സ്വന്തം മണ്ണിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. പോളണ്ടിലേക്ക് പോകും വഴി എറണാകുളത്തും ആലുവായിലും താമസിച്ചിട്ടുണ്ട്. തിരികെ എത്തി 2-ാം ലോകമഹായുദ്ധത്തിൽ നാസികൾ അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. അവിടെ വെച്ച് മറ്റൊരു തടവു പുള്ളിക്ക് വേണ്ടി തന്റെ ജീവൻ സമർപ്പിച്ചു. 1941 ആഗസ്റ്റ് 14-നാണ് അദ്ദേഹം രക്തസാക്ഷിയായത്. പ്രിയമുള്ളവരെ, ഇന്ന് തന്നെ നാം വിശുദ്ധ എവൂസേബിയോസിനെ കൂടി, രക്തസാക്ഷിയായ എവൂസേബിയോസിനെ കൂടി അനുസ്മരിക്കുന്നുണ്ട്. രക്തസാക്ഷിയായ വിശുദ്ധ എവൂസേബിയോസിന്റെയും വിശുദ്ധ മാക്സിമില്യൻ കോൾബയുടെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.